ടുഡേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡാർക്ക് സൈക്കോളജി. നിങ്ങളുടെ ലൈഫിൽ ഒരാളുണ്ടാവും, അയാൾ നിങ്ങളുടെ കൂടെയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഫൺ പാർട്ട് എന്താണെന്ന് വെച്ചാൽ അയാൾ ഒരിക്കലും നിങ്ങളെ ശത്രുവായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ് ആയിരിക്കും, നിങ്ങളുടെ ലവർ ആയിരിക്കും, നിങ്ങളുടെ പാർട്ട്ണർ കൂടെ ആയിരിക്കും. ഇതൊട്ടും കോയിൻസിഡൻസ് അല്ല, ഇത് ഡെലിബറേറ്റ് ആണ്. ഇതിനെയാണ് ഡാർക്ക് സൈക്കോളജി എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് ഇവരെന്തൊക്കെ ടാക്ടിക്സ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വർക്ക് ആവുന്നത്, ആൻഡ് നിങ്ങൾക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് മുഖങ്ങൾ ചിലപ്പോൾ മിന്നുമറിഞ്ഞു പോയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നേക്കാം. സോ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡാർക്ക് സൈക്കോളജി. അതിനു മുമ്പ് ഞാൻ സൈക്കോളജി എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. ലൈക്ക് എന്തുകൊണ്ടാണ് നമുക്കൊരു ഇമോഷൻസ് ഫീൽ ചെയ്യുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് സങ്കടപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തിൻ്റെ കാരണം എന്താണ്, ഇതൊക്കെ ആയിരിക്കും സൈക്കോളജിയിൽ പറയുന്നത്. പക്ഷെ ഡാർക്ക് സൈക്കോളജിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫിയർ, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, നമ്മളെ വീക്ക്നെസ്, നമുക്കുണ്ടാകുന്ന പേടി, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് ഡാർക്ക് സൈക്കോളജി എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മളെ കൺസെൻറ്റ് വേണ്ട, ഈവൻ നമ്മൾ അറിയോ പോലും വേണ്ട. പക്ഷെ സ്ലോലി അവർ പറയുന്നത് നമ്മൾ ചെയ്തിരിക്കും. മനസ്സിലായോ? അതായത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന രീതി, നമ്മൾ പോലും അറിയാതെ ഒരാൾ നമ്മളെ ലൈഫ് കൺട്രോൾ ചെയ്യുക. കാരണം അയാൾക്ക് നമ്മളെ വീക്ക്നെസ് അറിയാം, നമ്മളുടെ ഭയങ്ങൾ അറിയാം. സോ അവർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. ആൻഡ് നമുക്കത് ഒരിക്കലും മനസ്സിലാവുകയില്ല. നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മളെ സുഹൃത്താണ്, അല്ലെങ്കിൽ നമ്മളെ പാർട്ട്ണറാണ്, നമ്മളെ നല്ലതിനു വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. നോ, ശരിക്കും അവർ നമ്മളെ കൺട്രോൾ ചെയ്യാണ് ചെയ്യാറ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഇമോഷൻസ് എന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ആൻഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു വില്ലൻ മൂവിയിൽ മാത്രമേ നടക്കുള്ളൂ എന്ന്? നോ, ഇത് നമ്മുടെ ഫാമിലിയിൽ, ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മളെ പാർട്ട്ണറിൻ്റെ ഇടയിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അപ്പം ഇവർ യൂസ് ചെയ്യുന്ന ടാക്ടിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഗ്യാസ് ലൈറ്റ്. ഈ ഗ്യാസ് ലൈറ്റിംഗ് പേരെങ്ങനെയാണ് വന്നതെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. 1944 ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഗ്യാസ് ലൈറ്റ്. സോ അതിനകത്തൊരു സീനാണ്, ഭർത്താവ് രാത്രി അവരുടെ ലൈറ്റ് ഒന്ന് ഡിം ചെയ്യും. അപ്പോൾ ഭാര്യ വന്ന് ചോദിക്കും എന്തുകൊണ്ടാണ് ഈ ലൈറ്റ് ഇങ്ങനെ ഡിമ്മായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ ഈ ലൈറ്റിന് എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ ഭർത്താവ് പറയുക ഒന്നുമില്ലല്ലോ, അത് നോർമലായിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്, നിനക്ക് തെറ്റ് പറ്റിയതായിരിക്കുന്നു. അപ്പോൾ ഭാര്യ ഈസ് ലൈക്ക് യാ മേ ബി. പുള്ളിക്കാരി കൺഫ്യൂസ്ഡ് ആയി. ദെൻ ഷീസ് ലൈക്ക് ഓക്കെ എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആയിരിക്കും, അത് നോർമൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഗ്യാസ് ലൈറ്റിംഗ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ? ഞാൻ റിയൽ ലൈഫായിട്ട് പറയാനാണെങ്കിൽ, ഓക്കെ നമ്മൾ നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് സംസാരിക്കുക, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അപ്പോൾ നമ്മൾ പറയുക നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, എനിക്കിത് ഹേർട്ടായി എന്ന് പറയുമ്പം ആൾ നമ്മളോട് പറയാം ഞാൻ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നീ ചുമ്മാ ഓവർ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നീ ചുമ്മാ ഓവർ തിങ്ക് ചെയ്യാണ്, നിനക്ക് മെൻ്റൽ ഇഷ്യൂസ് ആണ്. അപ്പം നമ്മളെ എക്സ്പീരിയൻസിനെ തന്നെ നമ്മളത് ഡൗട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോവാണ്. പിന്നെ നമ്മൾ ഓക്കെ അയാൾ പറഞ്ഞാണ് ശരി, നമ്മൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. മനസ്സിലായോ? ദിസ് ഈസ് ഗ്യാസ് ലൈറ്റിംഗ്. ആൻഡ് ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവരോട് സംസാരിക്കും, നമ്മളെപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് നമുക്ക് തോന്നും, അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് അപ്പം തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം. കാരണം ദേ ആർ എ ഹ്യൂജ് റെഡ് ഫ്ലാഗ് ബ്രോ. They are a huge red flag and they are trying to gaslighting us. So the next tactic is love bombing. നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടോ? ആക്ച്വലി നമ്മുടെ ലൈഫിൽ ഒരാൾ വരികയാണ്, അയാൾ പെട്ടെന്ന് നമ്മളടുത്ത് അടുക്കുന്നു, അയാൾ എല്ലാ ദിവസവും നമുക്ക് മെസ്സേജ് അയക്കുന്നു, അയാൾ ഭയങ്കര കെയറിങ്, നമ്മൾ ഫ്ലവേഴ്സ് വാങ്ങിച്ചിരുന്നു, നമ്മളടുത്ത് ഡെയിലി പറയുക നിന്നെ പോലെ ഒരാൾ എൻ്റെ ലൈഫിൽ വന്നതുകൊണ്ട് ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ, അല്ലെ നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നു, അല്ലെ നമ്മൾ മറ്റേ പ്രിൻസസ് ട്രീറ്റ്മെൻ്റ് ഒക്കെ തന്ന് നമ്മളെ കൂടെ കൂട്ടി നടക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് സ്ലോലി അവരോടൊരു ട്രസ്റ്റ് ബിൽഡ് ആവുന്നു, നമ്മൾ അവരുമായിട്ട് സ്നേഹിക്കുന്നു, അവർ ഭയങ്കര ജെനുവിൻ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് എന്താ സംഭവിക്കുന്നത്? അവർ നമ്മളെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആക്കിയതിന് ശേഷം അവരുടെ സ്വഭാവം അങ്ങ് മാറും. പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു എന്താ പറയുക, ഒരു മാനസിക അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവരെ അറ്റൻഷന് വേണ്ടി ഡെസ്പറേറ്റ് ആവുന്നു, അവരുടെ സ്നേഹത്തിന് വേണ്ടി. അവർക്ക് പിന്നെ നമ്മളെ മൈൻഡില്ല, അവർ നമ്മളെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആക്കിയതിന് ശേഷം അവരങ്ങ് പോകും. പിന്നെ ഫുൾ നമ്മളെപ്പറ്റി തന്നെ ചിന്തിക്കും, നീ എന്ത് ചെയ്തിട്ടാ, അല്ലെങ്കിൽ നിൻ്റെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്ക് ആയിട്ടാ ഇത്രയും നല്ലൊരു മനുഷ്യൻ ഇങ്ങനെ ബിഹേവ് ചെയ്യണമെങ്കിൽ നിൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യും, അല്ലേ? ദിസ് ഈസ് ലവ് ബോംബിങ്. കാരണം എന്ന് വെച്ചാൽ ലവ് എന്ന് പറഞ്ഞത് ഭയങ്കര സ്ലോ ആയിട്ട് തോന്നേണ്ട ഒരു സാധനമാണ്. ഇത് ലവ് ബോംബിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലാസ്റ്റ്. അത് ആക്ച്വലി അവരുടെ ഒരു ടാക്ടിക്സ് ആണ്. അതായത് നമ്മളെ ഡിപ്പെൻഡൻ്റ് ആക്കുക, ദാറ്റ്സ് വാട്ട് ദേ വാണ്ട്. ആൻഡ് അതിലൂടെ നമ്മളെ മാനസിക അവസ്ഥേനെ വളരെ മോശമാക്കി എന്താ പറയുക,
നമ്മളൊരു വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കും നമ്മൾ ആ സമയത്ത് പോകുന്നുണ്ടാവുക. അതിനെയാണ് ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. ഈ എന്താ പറയുക, ഈ ഡാർക്ക് സൈക്കോളജി യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ടാക്ടിക്സ് ആണ് ഈ ലവ് ബോംബിങ്. ആൻഡ് എൻ്റെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ്, എനിക്കല്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഈ സംഭവം കണ്ടിട്ടുണ്ട്. അതായത് അവർ വന്നങ്ങ് സ്നേഹിച്ചങ്ങ് എന്താ പറയുക, അങ്ങ് സ്നേഹിച്ച് അവരങ്ങ് മാനത്തോട്ട് നിർത്തിയിട്ട് ഇവരൊറ്റ പോക്കായിരിക്കും. പിന്നെ ഇവർ കിടന്ന് സ്ട്രഗ്ലിങ്, ലൈക്ക് എന്താ പറയുക, ഇത്രയും നാൾ അവർക്ക് കിട്ടിയ അറ്റൻഷൻ, ഇത്രയും നാൾ അവർക്ക് കിട്ടിയ ഹ്യൂജ് ലവ് എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവരത് ഇട്ടിട്ട് പോയി. ആൻഡ് പിന്നെ ഇവർ പുറകെ നടക്കണം. മനസ്സിലാകുന്നുണ്ടോ? ലൈക്ക് അറ്റൻഷൻ കിട്ടാൻ, അല്ലെങ്കിൽ ആ കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം കിട്ടാൻ വേണ്ടി ഇവർ പുറകെ നടന്ന് കെഞ്ചണം. അതിലൂടെ അവർ കണ്ടെത്തുന്ന ഒരു സന്തോഷം, ആനന്ദം, ഒരു എന്താ പറയുക, വേറൊരു രീതിയിലുള്ള ഒരു, അതിനെ എന്താ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. സോ ദിസ് ഈസ് ലവ് ബോംബിങ്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ലാസ്റ്റ് വൺ, ബട്ട് നോട്ട് ദ ലീസ്റ്റ് ബട്ട് പവർഫുൾ. ഇറ്റ്സ് സൈലന്റ് ട്രീറ്റ്മെന്റ്. അതെ, ഈ ഡാർക്ക് സൈക്കോളജി യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള ഒരു ടാക്ടിക്സ് ആണ് ഈ സൈലന്റ് ട്രീറ്റ്മെന്റ്. കാരണം എന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, ദേ ഗോ സൈലന്റ്. പിന്നെ അവർ നമ്മളെടുത്ത് മിണ്ടില്ല. നമ്മൾ കോൾ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ്, നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ് ആയിരിക്കും. നമ്മൾ വിചാരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റിയോ, അവർ വിഷമിച്ചോ, ഈവൻ നമ്മുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പോലും അവർ മിണ്ടാത്തത് കൊണ്ട് നമ്മൾ ഭയങ്കര ആൻഷ്യസ് ആയിരിക്കും, നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കും. ബട്ട് എന്നിരുന്നാൽ പോലും അവർ റിപ്ലൈ തരില്ല, അവർ നമ്മളെ ഗോസ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അവർ നമുക്ക് സൈലന്റ് ട്രീറ്റ്മെന്റ് തരും. ഇറ്റ്സ് ലൈക്ക് എ കൺട്രോളിങ് ടാക്ടിക്സ് ആണ്. മനസ്സിലായില്ലേ? ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ. ഇതിലായിരിക്കും പകുതിയോളം ആൾക്കാർ വീണു പോകുന്നത്. കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മളെ ആരാണെങ്കിലും അവർ നമ്മളോട് മിണ്ടാതിരുന്ന നമുക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ലൈക്ക് എന്തുകൊണ്ടാണ് മിണ്ടാത്തത്, എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണോ, അല്ലെങ്കിൽ ഞാൻ എന്താ തെറ്റ് ചെയ്തത്, അങ്ങനെ നമ്മൾ സെൽഫ് ബ്ലെയിം ചെയ്ത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി നമ്മൾ ഒരുപാട് സങ്കടപ്പെടും ഈ ഒരു സമയത്ത്. കാരണം ഒരാളോട് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ അയാൾ നമ്മുടെ അടുത്ത് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് റിയലി ബാഡ്. സോ ദാറ്റ് ഈസ് സൈലന്റ് ട്രീറ്റ്മെന്റ്. നിങ്ങളിതൊക്കെ കേട്ടപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ, ഞാനിതിൽ പെട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനെതിരെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. 3 കാര്യങ്ങൾ ചെയ്താൽ മതി. അതിലൊന്നാണ് ട്രസ്റ്റ് യുവർ ഗട്ട്സ്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യാണ്, ഓക്കെ ദിസ് പേഴ്സൺ ഈസ് ബാഡ്, അല്ലെങ്കിൽ സംതിങ് ഈസ് റോങ് വിത്ത് ദാറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇയാൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് കട്ട് ഇറ്റ് ഔട്ട്. ഓക്കെ, ആ പോയിന്റിൽ തന്നെ ആ റിലേഷൻഷിപ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് ജസ്റ്റ് മൂവ് ഓൺ. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സെറ്റ് യുവർ ബൗണ്ടറീസ്. ആക്ച്വലി ഈ ഡാർക്ക് സൈക്കോളജി യൂസ് ചെയ്യുന്നവർ സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരെ, അല്ലെങ്കിൽ നോ പറയുന്നവരെയൊക്കെ അവോയ്ഡ് ചെയ്യും. അവർ വേറെ നല്ല എന്താ പറയുക, ഈസി ആക്സസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ തേടിപ്പോവും. സോ നോ പറയാൻ പഠിക്കുക, സെറ്റ് യുവർ ബൗണ്ടറീസ്. ദിസ് ഇസ് ദ സെക്കൻഡ് വൺ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ആൻഡ് ദ ഫൈനൽ വൺ ഈസ്, നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാളെടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഈ ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി അവർ പെട്ട് കിടക്കുകയായിരിക്കും. അവർ സെൽഫ് ഡൗട്ട് ചെയ്ത് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർ മൂന്നാമതൊരാളോടത്ത് സംസാരിക്കുമ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് കേൾക്കുമ്പം യു വിൽ ഫീൽ ബെറ്റർ. അപ്പം നമുക്ക് റിക്കവർ ആവാൻ, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ റിക്കവർ ആവാൻ ഒരുപാട് സഹായിക്കും. സോ ഇപ്പം നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ അറിയാം, ഇൻക്ലൂഡിങ് ഡാർക്ക് സൈക്കോളജി എന്താണെന്ന് അറിയാം, ലവ് ബോംബിങ് എന്താണെന്നറിയാം, സൈലന്റ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നറിയാം. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. സോ നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ട്രൈ ദീസ് തിങ്സ് ഔട്ട് ആൻഡ് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക. നിങ്ങളെ മെൻ്റൽ പീസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വേറൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.